നമസ്കാരം. എന്താണിത്? നമുക്കെല്ലാവർക്കും അറിയാം, ഒരു പരിചിതമായിട്ടുള്ള കാഴ്ചയാണ്. കേരളത്തിലെ ഒരു ശരാശരി കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു ടിപ്പിക്കൽ കമ്മി, അവരുടെ ആചാര അനുഷ്ഠാനമൊക്കെ അതിതീവ്രതയോടെ ചെയ്യുന്ന ഒരു പതിവ് കാഴ്ചയാണിത്. ഇത് നമുക്കറിയാം, ആർക്കും അത്ഭുതമില്ല, അവരിതൊക്കെ ചെയ്യുന്നതാണെന്ന് നമുക്കറിയാം, ഒരു സംശയമില്ല. എന്നാൽ ഇതിന് ശേഷം അടുത്ത ദിവസമോ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്തായിരിക്കും? ആ കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതായിരിക്കും. എങ്ങനെയുണ്ട് ഇന്നലത്തെ കമ്മി? ഇന്നത്തെ സംഘി എന്ന ചൊല്ല് അന്വർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്, അതും തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പാർട്ടിയിൽ നിന്ന് എന്തുകൊണ്ടായിരിക്കും നേതാക്കളും അണികളുമൊക്കെ കേരളത്തിൽ ഭരണമില്ലാത്ത, കേരളത്തിൽ ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടിയിലേക്ക് പോകുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് ശരിക്കും ചിന്തിക്കേണ്ടത്. ഭരണമുള്ള, അധികാരമുള്ള ഒരു പാർട്ടി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പാർട്ടിയിൽ നിന്ന് ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടിയിലേക്ക് പോകണമെങ്കിൽ എത്രമാത്രം ആ പാർട്ടി അധപ്പതിച്ച് കാണും, അല്ലെങ്കിൽ ന്യായീകരിച്ച് സഹികെട്ടതിന് ശേഷമായിരിക്കണം അവർ ആ പാർട്ടി വിട്ട് ഈ പാർട്ടിയിലേക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനും തൊട്ട് തലേ ദിവസം CPM-ന് വേണ്ടി ചാനലിൽ പോയിരുന്ന ന്യായീകരണം നടത്തിയ ആൾ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പേ BJP ക്യാമ്പിലെത്തിയ കാഴ്ച നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ പേര് റെജി ലൂക്കോസ് എന്നായിരുന്നു. അപ്പോൾ റെജി ലൂക്കോസിൻ്റെ കാര്യം പറയുമ്പോൾ പലർക്കും ഓർമ്മയുണ്ടാവാൻ സാധ്യതയില്ല, ഞാൻ ഓർമ്മിപ്പിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ശ്രീജിത്ത് പണിക്കരും ഇദ്ദേഹവും കൂടെ പങ്കെടുത്ത ഒരു ചാനൽ ചർച്ചയുണ്ടായിരുന്നു. അന്നൊന്നും ഈ ശ്രീജിത്ത് പണിക്കറിൻ്റെ മേൽ സംഘി എന്നൊരു മുദ്ര വീണ്ടിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം സംഘിയാണെന്ന് അദ്ദേഹം പറയാറില്ല. അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു നിരീക്ഷകൻ എന്ന രീതിയിൽ തന്നെയാണ് ചാനലുകൾ വിളിക്കുന്നത്. അന്ന് ആദ്യമായിട്ട് ശ്രീജിത്ത് പണിക്കറിൻ്റെ മേൽ സംഘി ചാപ്പ അടിച്ചു കൊടുത്ത വ്യക്തിയാണ് ഈ റെജി ലൂക്കോസ്. അന്ന് ഇദ്ദേഹം സ്വതന്ത്ര നിരീക്ഷകനല്ലെന്നും ഇദ്ദേഹം സംഘപരിവാറിന് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നും എന്നൊക്കെ പറഞ്ഞു സംഘിയാണ് എന്ന് ആദ്യമായിട്ട് വിളിക്കുകയും അങ്ങനെ ശ്രീജിത്ത് പണിക്കരെ ഞാനാണ് ആദ്യമായിട്ട് സംഘി എന്ന് വിളിക്കുകയും ചെയ്തത് എന്ന് പറഞ്ഞ് അഭിമാനിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഈ റെജി ലൂക്കോസ്. അദ്ദേഹം തന്നെ ഇട്ട പോസ്റ്റാണ് നിങ്ങൾ കാണുന്നത്. ഇന്നിപ്പോൾ നോക്കുക, അന്ന് അദ്ദേഹം ആരെയാണോ സംഘി എന്ന് വിളിച്ചത് ആ മനുഷ്യൻ ഇന്നും സംഘിയായിട്ടില്ല, ഇന്നും സംഘപരിവാർ ക്യാമ്പിലില്ല. അന്ന് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. സ്വതന്ത്ര നിരീക്ഷകനായിട്ട് നിൽക്കുന്നു, ചാപ്പ മാത്രം അടിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ആ ചാപ്പ അടിച്ചു കൊടുത്ത ആൾ ഇന്നിപ്പോൾ BJP-കാരനായി മാറിയിരിക്കുന്നു. എന്തൊരു അത്ഭുതമാണ് എന്ന് നോക്കി. കഴിഞ്ഞ ദിവസം വരെ ഇനി കാണാൻ പോകുന്ന കാഴ്ച, നരേന്ദ്രമോദിനെയോ BJP-നെയൊക്കെ കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ ഒക്കെ വിമർശിച്ചാൽ വർഷങ്ങളായിട്ട് BJP-കാരായി ഇരുന്നവർ പ്രതിരോധിക്കുന്നേക്കാൾ തീവ്രതയോടെ അതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് ഈ റെജി ലൂക്കോസ് ആയിരിക്കും. ഒരു സംശയം വേണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ എന്താണ് നടക്കുന്നത്? മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എന്താണോ സംഭവിക്കുന്നത് ആ കുത്തൊഴുക്ക് പോലെയാണ് CPM എന്ന അധികാരമുള്ള, ഇവിടെ ഭരിക്കുന്ന 99 സീറ്റുള്ള ആ പാർട്ടിയിൽ നിന്ന് ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടിയിലേക്ക് ആളുകളുടെ ഒഴുക്ക്. കോൺഗ്രസിൽ പോലും അല്ല പോകുന്നത്. ഒന്ന് ഓർത്ത് നോക്കുക, അടുത്ത ഭരണം കോൺഗ്രസിന് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ കണക്ക് വെച്ചിട്ട്. അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടിയാണോ മേൽക്കൈ നേടുന്നത് ആ പാർട്ടിക്കായിരിക്കും ഏറ്റവും അടുത്ത, അതായത് അതിനുശേഷം മാസങ്ങൾക്കുള്ളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേധാവിത്വം കിട്ടുക. 90 മുതൽ അങ്ങനെയാണെന്നൊക്കെയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കണക്കൊക്കെ എടുക്കുന്ന വിദഗ്ധന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ഭരണം UDF-ന് കിട്ടും എന്ന ഒരു ധാരണയിലാണ് കുറേ ആളുകളെങ്കിലും. അതാണ് പലരുടെയും ചിന്താഗതി. എന്നിട്ട് കൂടിയും ആ പാർട്ടിയിൽ പോവാതെ ഇവിടെ ഒരു MLA പോലും ഇല്ലാത്ത BJP-യിലേക്ക് വരുമ്പോൾ അതിന് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ രണ്ട് പാർട്ടികളെക്കാൾ ഭേദം BJP തന്നെയാണ് എന്ന ബോധ്യത്തിലായിരിക്കും അവർ വരുന്നത്. അല്ലാതെ അവർക്കിവിടെ അധികാരം കിട്ടുമെന്നോ അതിൻ്റെ MLA ആവാമെന്നോ അധികാരത്തിൻ്റെ ഭാഗമായിരിക്കാമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല. അവർ ഇടതുപക്ഷത്തിരുന്നപ്പോഴും അവർ വലതുപക്ഷത്തിരുന്നപ്പോഴും ആ രണ്ട് പാർട്ടികളെയും പറ്റിയും അവർക്കറിയാം, അതിൻ്റെ ഘടനയെപ്പറ്റിയും അതിനകത്തെ ജനാധിപത്യത്തെപ്പറ്റിയും അവർക്ക് നല്ല ബോധ്യമുണ്ട്. ഒരല്പമെങ്കിലും ഉളുപ്പും അഭിമാനവും ഒക്കെ ഉള്ളവർ മാത്രമാണ് ഗത്യന്തരമില്ലാതെ അവിടെ നിന്ന് ചാടി BJP-യിലേക്ക് വരുന്നത്. അതിപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ അടക്കമുള്ളവരെ ഒന്ന് തുറന്ന് വിമർശിക്കാൻ പോലും ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇന്ന് നമ്മൾ അവരെ കടുത്ത രീതിയിൽ വിമർശിച്ചാൽ നാളെ അവരെ കൂട്ടി വിളിക്കേണ്ട ഒരവസ്ഥയിലെത്തി നിൽക്കുകയാണ് ഇവിടുത്തെ സംഘികൾ. കഷ്ടം തന്നെ സംഘികളെ, കഷ്ടം തന്നെ. ഇതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ.